ഫിസിക്സിന്റെ ക്ലാസ് കൊണ്ട് കുറച്ചായി തോന്നുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മള് ലാസ്റ്റ് എന്താ പറഞ്ഞു നിർത്തിയത് ഓർമ്മ ഉണ്ടോ നമുക്ക്? വിസ്കോസിറ്റി. വിസ്കോസിറ്റി ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ അതിൽ നമ്മൾ പറയാൻ ബാക്കി ഉണ്ടായിരുന്നത് പാസ്കൽസ് ലോ ആണ്. അതേപോലെ തന്നെ മലയാളം മീഡിയക്കാർക്ക് ചെറിയൊരു ടോപ്പിക് ഉണ്ട്, നമുക്ക് പറയാം. അപ്പൊ പാസ്കൽസ് ലോനെ കുറിച്ച് പറയുമ്പോഴേ, അതായത് പാസ്കൽസ് ലോന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ, പാസ്കൽ എന്നുള്ളത് പ്രഷറിന്റെ യൂണിറ്റ് ആണെന്ന് നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. പ്രഷറിന്റെ യൂണിറ്റ് ആണ് ആര്? പാസ്കൽ. PA എന്ന് അടയാളപ്പെടുത്തുന്ന പാസ്കൽ എന്നുള്ളത് പ്രഷറിന്റെ യൂണിറ്റ് ആണ് എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. പ്രഷർ എങ്ങനെ കണ്ടെത്താം? പ്രഷർ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താം? അല്ലെങ്കിൽ എന്താണ് ഈ പ്രഷർ എന്ന് പറഞ്ഞാല്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലേ പ്രഷർ? യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് നമ്മൾ മർദ്ദം എന്ന് പറയാം. മലയാളത്തിൽ മർദ്ദം എന്ന് പറയാം. ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് സർഫേസ്. യൂണിറ്റ് സർഫേസിൽ അനുഭവപ്പെടുന്ന എന്താ പറയാ ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയാം, അല്ലെങ്കിൽ മർദ്ദം എന്ന് പറയാം. പ്രഷർ കണ്ടെത്താനുള്ള ഒരു സമവാക്യം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രഷർ കണ്ടെത്താനുള്ള സമവാക്യം P സമം. എങ്ങനെ കണ്ടെത്തുക? പ്രഷർ കണ്ടെത്താൻ എന്താ കാട്ടുക? ഏതാണ്? F/A എന്നുള്ളതാണ്. അതായത് ആ ബലം, ഫോഴ്സ് ഉണ്ടാവൂലേ, ആ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് എത്രയാണോ പരപ്പളവ് തരുന്നത്, ഏരിയ തരുന്നത്, ആ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. F/A. ഇതാണ് നമ്മളെ പ്രഷർ കണ്ടെത്താനുള്ള സമവാക്യം. P = F/A എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ? ഇത്രയും കാര്യങ്ങൾ. പിന്നെ പ്രഷറിന്റെ യൂണിറ്റ് പറഞ്ഞു, പാസ്കൽ എന്നുള്ളതാണ് പ്രഷറിന്റെ യൂണിറ്റ് എന്നും പറഞ്ഞു. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് പാസ്കൽ ഉണ്ടാക്കിയ, പാസ്കൽ എന്നുള്ളതിന്റെ യൂണിറ്റ് ഒക്കെയാണ്, ശരിയാണ്. ഈ യൂണിറ്റ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സയന്റിസ്റ്റിന്റെ പേരാണ് ഈ പ്രഷർ പാസ്കൽ എന്നുള്ളത്. പാസ്കൽ എന്നൊരു സയന്റിസ്റ്റിനെയും മൂപ്പരോടുള്ള ബഹുമാനാർത്ഥാണ് നമ്മൾ ഈ പ്രഷറിന്റെ യൂണിറ്റിന് പാസ്കൽ എന്നൊക്കെ കൊടുത്തത്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഈ പാസ്കല് മർദ്ദവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രഷറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാസ്കൽ ഒരു ലോ ഉണ്ടാക്കി, ഒരു നിയമം ഉണ്ടാക്കി. അതിന് നമ്മൾ പറയാം, ഇത് മറക്കരുത് കേട്ടോ, പ്രഷർ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സമവാക്യമാണ് ഫോഴ്സ് ബൈ ഏരിയ, ബലം ബൈ പരപ്പളവ്. ബലം ബൈ പരപ്പളവ്. ഒരു കാര്യം ചോദിക്കാം, ഈ പ്രഷർ എന്ന് പറഞ്ഞാലും ബലം എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണോ അതോ രണ്ടും രണ്ട് സാധനങ്ങളാണോ? പ്രഷർ എന്ന് പറയുന്നതും ബലം എന്ന് പറയുന്നതും രണ്ടും ഒരേ സാധനങ്ങൾ തന്നെയാണോ അതല്ല രണ്ടും രണ്ട് വസ്തുക്കളാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. രണ്ടും ഒന്ന് തന്നെയാണോ അതോ രണ്ടും രണ്ട് സാധനങ്ങളാണോ? എങ്ങനെയാണോ മക്കളെ? രണ്ടും രണ്ടെണ്ണാണോ വെച്ചാൽ രണ്ടെണ്ണമാണ്. കാരണം എന്താ വെച്ചാലേ ബലം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ ആകെ പ്രയോഗിച്ച ബലം, എത്ര ന്യൂട്ടൺ ആണ് വെച്ചാൽ അതാണ് ബലം എന്ന് പറഞ്ഞാൽ. പക്ഷെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന് പറയുമ്പോ അവിടെ ഒരു കാര്യമുണ്ട്, ബലത്തിന്റെ അളവ് തന്നെയാണ് നോക്കേണ്ടത്. പക്ഷെ ഒരു കാര്യമുണ്ട്, യൂണിറ്റ് പരപ്പളവിലുള്ള ബലത്തിന്റെ അല്ലെങ്കിൽ ഫോഴ്സിന്റെ അളവ് നോക്കണം. യൂണിറ്റ് പരപ്പളവിലുള്ള മർദ്ദത്തിന്റെ അല്ലെങ്കിൽ ഫോഴ്സിന്റെ അളവ് നോക്കിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? മർദ്ദം കിട്ടുള്ളൂ, പ്രഷർ കിട്ടുള്ളൂ. അപ്പൊ നോക്കാം, നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാല് ഈ പാസ്കൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടെത്തിയ നിയമമാണ് പാസ്കൽ നിയമം എന്ന് നമുക്ക് പറയാം, പാസ്കൽസ് ലോ എന്ന് നമുക്ക് പറയാം. പാസ്കൽസ് ലോനെ കുറിച്ച് പറയുമ്പോ അതില് പാസ്കൽ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ? നിങ്ങള് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൽ കുറച്ച് വെള്ളം എടുത്തു, ഒരു ലിക്വിഡ് എടുക്കുക, ഒരു ഫ്ലൂയിഡ് എടുക്കുക, ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡ് ശരിക്ക് അടച്ചു വെക്കണം. 4 സൈഡും അടച്ചു വെക്കുക. അത് ചിലപ്പോ കവറിലാക്കിയിട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു പാത്രത്തിലാക്കിയിട്ട് മൂടി വെച്ചാൽ മതി. അങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ, അടച്ചു വെക്കുക എന്നുള്ളത് നമ്മൾ പറയാ, ആ സംഭവത്തിന് നമ്മൾ പറയാ, ഇംഗ്ലീഷിൽ പറയാം ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയും. ക്ലോസ്ഡ് സിസ്റ്റം. അടച്ചു വെച്ച സാധനം എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം? എന്താ പറയാൻ പറ്റിയ? പറയട്ടോ, ക്ലോസ്ഡ് സിസ്റ്റം.
ക്ലോസ്ഡ് സിസ്റ്റത്തിന് ഇംഗ്ലീഷിൽ പറയാം. ഇനി ഇതിനൊരു മലയാളം ഉണ്ട്. മലയാളമാണ് മക്കളെ, മലയാളം എന്ന് പറയുന്നത്. ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ മലയാളം എന്താണെന്ന് അറിയാം നിങ്ങള്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ക്ലോസ്ഡ് അടച്ചു വെച്ച സാധനം. ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ മലയാളം അറിയുന്ന ഏതെങ്കിലും മലയാളികളുണ്ടോ അവിടെ? ക്ലോസ്ഡ് സിസ്റ്റത്തിന് നമ്മൾ പറയാ, മലയാളത്തിൽ പറയാ സംവൃത വ്യൂഹം എന്നാണ് പറയാ. എന്താ പറയാ? സംവൃത വ്യൂഹം. സംവൃത വ്യൂഹം. സംവൃത വ്യൂഹം. നിങ്ങളുടെ നല്ല ഇംഗ്ലീഷ് ഉണ്ട് അല്ലെ? അപ്പൊ എന്തായാലും ക്ലോസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ സംവൃത വ്യൂഹം എന്നാണ് നമ്മൾ അടച്ചു വെച്ച സാധനത്തിനാ പറയാം. അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങൾ പറയാം. അത് ക്ലോസ്ഡ് സിസ്റ്റം ആണോ അതല്ല അതിന്റെ ഓപ്പോസിറ്റ് പറയാ, തുറന്നതാണെങ്കിൽ നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്നാണ് പറയാ. ഓപ്പൺ സിസ്റ്റം ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഞാനൊരു ബക്കറ്റിൽ വെള്ളം എടുത്തു. അത് ക്ലോസ്ഡ് സിസ്റ്റം ആണോ ഓപ്പൺ സിസ്റ്റം ആണോ? ഓപ്പൺ സിസ്റ്റം. കാരണം അത് തുറന്നു വെച്ചേക്കാണ് അല്ലെ. ഞാൻ ഒരു പേസ്റ്റ് ഇല്ലേ, പേസ്റ്റ് നമ്മൾ പല്ലേക്കുന്ന പേസ്റ്റ് ഇല്ലേ, ആ പേസ്റ്റ് എടുത്തിട്ട് നല്ലോണം അടച്ചു വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ സിസ്റ്റം ആണോ ക്ലോസ്ഡ് സിസ്റ്റം ആണോ? ആണ് അല്ലെങ്കിൽ സംവൃത വ്യൂഹമാണ് എന്ന് പറയാൻ പറ്റും. സംവൃത വ്യൂഹം അല്ലെ. അപ്പൊ നമ്മള് ഈ പാസ്കൽ ഉണ്ടാക്കുന്ന നിയമം ആർക്ക് ബാധകമായിട്ടുണ്ടെന്നറിയോ? ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ സംവൃത വ്യൂഹത്തിലുള്ള ദ്രവങ്ങൾക്ക് ബാധകമായിട്ടുള്ള നിയമമാണ് പാസ്കൽ ഉണ്ടാക്കിയത്. പാസ്കൽ എല്ലാവർക്കും കൂടിയുള്ള നിയമമല്ല ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേക കാറ്റഗറി പറ്റ ആൾക്കാർക്കാണ്. ആർക്കാണ്? ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ സംവൃത വ്യൂഹത്തിലുള്ള ആളുകൾക്കുള്ള നിയമമാണ് ആരുണ്ടാക്കിയത്? പാസ്കൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഉണ്ടാക്കിയത്. എന്താ ഉണ്ടാക്കിയെന്നല്ലേ നോക്കി നിങ്ങള്. ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ ഒരു ബലം പ്രയോഗിച്ചു. ബലം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തായാലും മർദ്ദം പ്രയോഗിച്ചു എന്ന് കൂട്ടാം. മർദ്ദം പ്രയോഗിച്ചു. ഇവിടെ ഞാനൊരു മർദ്ദം, ഏതെങ്കിലും ക്ലോസ്ഡ് സിസ്റ്റം ആണെന്ന് വിചാരിക്കാം. ആ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ എന്ത് ചെയ്തു? പ്രഷർ പ്രയോഗിച്ചു അല്ലെങ്കിൽ മർദ്ദം പ്രയോഗിച്ചു. പ്രഷർ ആക്ട് ചെയ്തു. ഇവിടെ ആക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. പ്രഷർ നമ്മൾ പി എന്നല്ല കൊടുക്കാം. അപ്പൊ എന്താ ഉണ്ടാവാന്ന് അറിയങ്ങള്? ആ പ്രഷർ ഇവിടെ മാത്രമാണ് നമ്മൾ പ്രഷർ പ്രയോഗിച്ചത്. ഇവിടെ പ്രയോഗിച്ച പ്രഷർ ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ഈ സംവൃത വ്യൂഹത്തിന്റെ എല്ലാ ഭാഗത്തും അതേ അളവിൽ അനുഭവപ്പെടും. അതായത് ഇവിടെ 10 പാസ്കൽ മർദ്ദം ഞാൻ പ്രയോഗിച്ചാല്, 10 പാസ്കൽ പ്രഷർ ഞാൻ പ്രയോഗിച്ചാല്, ഇവിടെ നോക്കിയാൽ ഇവിടെ ഉണ്ടാവും 10 പാസ്കൽ, ഇവിടെ നോക്കിയാൽ ഇവിടെ ഉണ്ടാവും 10 പാസ്കൽ, ഇവിടെ ഉണ്ടാവും 10 പാസ്കൽ, ഇവിടെ ഉണ്ടാവും 10 പാസ്കൽ. ഇതാണ് അവിടെ സംഭവിക്കുക. ഇതാണ് പാസ്കൽ കണ്ടെത്തിയ കാര്യം. അതന്നെയാണ് സംഭവം. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണ്ടേ. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള ഒരു ഫ്ലൂയിഡിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പ്രഷർ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷർ അതേ അളവിൽ ഈക്വലി എക്സ്പീരിയൻസ്ഡ് അറ്റ് ഓൾ പാർട്ട് ഓഫ് ദാറ്റ്. ആ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യും? അതേ അളവില് ആ പ്രഷർ അനുഭവപ്പെടും, ആക്ട് ചെയ്യും. ഇതാണ് നമ്മളോട് ആര് പറഞ്ഞത്? ആര് കണ്ടെത്തിയത്? പാസ്കൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടെത്തിയ കാര്യമാണ്. അപ്പൊ ഇതൊന്ന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: when we act pressure at any point of a fluid in closed system. When we act pressure at any point of a fluid in closed system. ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പ്രഷർ പ്രയോഗിച്ചാൽ it will experiences equally at all part of that fluid. It will experiencing equally at all part of that fluid. ഇതിനെയാണ് പാസ്കൽസ് ലോ എന്ന് നമ്മൾ പറയാ. ഇനി മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു സംവൃത വ്യൂഹത്തിലുള്ള, സംവൃത വ്യൂഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അടച്ചു വെച്ച സംവൃത വ്യൂഹത്തിലുള്ള ദ്രവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മർദ്ദം പ്രയോഗിച്ചാൽ ആ മർദ്ദം അതിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നു. സംവൃത വ്യൂഹത്തിലുള്ള ദ്രവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മർദ്ദം പ്രയോഗിച്ചാൽ ആ മർദ്ദം ആ സംവൃത വ്യൂഹത്തിന്റെ അല്ലെങ്കിൽ ആ ദ്രവത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നു. ഇതാണ് പാസ്കൽ നിയമം എന്ന് പറയുന്നത്.
ഇനി പാസ്കൽ നിയമം എന്താ അല്ലെങ്കിൽ പാസ്കൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടാവോ മക്കളെ? പ്രാവശ്യം കൂടി പറഞ്ഞുതരുമോ പാസ്കൽ ലോ? പ്രാവശ്യം കൂടി പറഞ്ഞുതരാം, നോക്കിക്കോളി. പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ എന്താണ് എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, when we acting pressure at any point of a fluid in closed system. when we acting pressure ന്റെ കൂടെ തന്നെ എഴുതിക്കോളൂ കേട്ടോ നമ്മള്. പാസ്കൽസ് ലോ എഴുതിയിട്ട് എഴുതാം, when we acting pressure at any point of a fluid in closed system, it will experiences equally at all parts of that fluid. It will experiences So once more. equally at all parts of that fluid. നോടി പറയാം, when we acting pressure എവിടെ ആക്ട് ചെയ്യാം? when we acting pressure at any point of a, ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രഷർ ആക്ട് ചെയ്യാം. at any point of a ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്. ഇനി എങ്ങനെയുള്ള ഫ്ലൂയിഡാ? when we acting pressure at any point of a fluid in closed system. എന്താണ്ടാവാ? it will experiences equally at all parts of that fluid. എഴുതിയോ? ഇംഗ്ലീഷിൽ എഴുതിയില്ലേ? ഇനി മലയാളത്തിൽ എഴുതിക്കോളൂ. ഒരു സംവൃത വ്യൂഹത്തിലുള്ള ദ്രവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ഒരു സംവൃത വ്യൂഹത്തിലുള്ള ദ്രവത്തിന്റെ ഏത് ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം അതിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നു. ഏരിയകള് എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. എഴുതിയില്ലേ? അപ്പൊ ഇതാണ് നമ്മളെ പാസ്കൽ നിയമം എന്ന് പറയുന്നത്. അപ്പൊ പാസ്കൽ നിയമം സ്റ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളതാണ്. പാസ്കൽ നിയമം സ്റ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? ഇതറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. പാസ്കൽ നിയമത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയില്ലേ? എന്താ സംഭവം മനസ്സിലായി ഞങ്ങൾക്ക്? ഈ പറയണോ? ഓക്കെ. അപ്പോ എന്താണ് സംഭവം എന്ന് തിരിഞ്ഞിട്ടുണ്ടാവും. ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. പാസ്കൽ നിയമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പാത്രം എടുക്കുക അല്ലെങ്കിൽ ഒരു സംഭവം എടുക്കുക, അതിനുള്ളിൽ കുറച്ച് ഫ്ലൂയിഡ് നിറക്കുക, കുറച്ച് ദ്രവം നിറക്കുക, എന്നിട്ട് അത് ക്ലോസ്ഡ് സിസ്റ്റത്തിലാക്കുക എന്ന് പറഞ്ഞാൽ അടച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് മർദ്ദം പ്രയോഗിച്ചാൽ ആ മർദ്ദം എന്ത് ചെയ്യും? എല്ലാ ഭാഗത്തും ഒരേപോലെ അനുഭവപ്പെടും. ഈ സംഭവമാണ് നമ്മളെ പേസ്റ്റ്. നമ്മൾ നോക്കി പേസ്റ്റില്ലേ, ഇത് പേസ്റ്റിന്റെ ഇതാണ് വിചാരിക്കുക. പല്ല് തേക്കുന്ന പേസ്റ്റിന്റെ ബോക്സ് നിങ്ങൾ ചിലപ്പോൾ രാവിലെ കണ്ടിട്ടുണ്ടാവും, ചിലവിൽ കണ്ടിട്ടുണ്ടാവും, ചിലവിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഇതാണ് ആ പേസ്റ്റ് എന്ന് വിചാരിക്കാം.
ഇതിന്റെ ബാക്കിൽ പിടിച്ചു കണ്ട് അമർത്തിയാൽ ഇവിടെ ഞാൻ ഒരു മർദ്ദം അമർത്താനുള്ള മർദ്ദം പ്രയോഗിക്കുക അല്ലെങ്കിൽ പ്രഷർ പ്രയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഈ ഭാഗത്ത് പിടിച്ചാണ്ട് ഒറ്റ അമർത്തി എന്താ ഉണ്ടാവുക? പേസ്റ്റ് പുറത്തേക്ക് വരും. പേസ്റ്റ് പുറത്തേക്ക് വരും. എ കൂടെ പുറത്തേക്ക് വരിക, ഡി കൂടെ അല്ല പുറത്തേക്ക് വരിക, ഡി കൂടെ അല്ല പേസ്റ്റ് പുറത്തേക്ക് വരിക. അവിടെ നോക്കി നമ്മളിവിടെ മർദ്ദം പ്രയോഗിച്ചത് എവിടെയാണ്? ഇതിന്റെ ബാക്കില്. എ കൂടെ പുറത്തേക്ക് മുന്നിൽ കൂടെ. അതായത് ഇവിടെ പ്രയോഗിച്ച മർദ്ദം എന്ത് ചെയ്തു? അതിന്റെ മുകൾ ഭാഗം വരെ എത്തിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും എത്തിയത് കൊണ്ടാണ് ഈ പേസ്റ്റ് ഇതിലൂടെ പുറത്തേക്ക് ചാടിയത്. അതന്നെയാണ് നമ്മൾ പാസ്കൽ നിയമത്തിൽ പറയുന്നത്. ഒരു ഭാഗത്ത് മർദ്ദം പ്രയോഗിച്ചാൽ അതിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ അങ്ങോട്ട് അനുഭവപ്പെടും. ഇതാണ് നമ്മളെ പാസ്കൽ നിയമത്തില് പറയുന്ന സംഭവം. ഓക്കെ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് എന്താന്ന് വെച്ചാല് ഈ പാസ്കൽ നിയമം വെച്ചുകൊണ്ട് നമ്മളൊരു സമവാക്യം ഉണ്ടാക്കുക. ഞാനൊരു ക്ലോസ്ഡ് സിസ്റ്റം എടുത്തു എന്ന് വിചാരിക്കാം. ഞാൻ തൽക്കാലം നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടാവുക ഒരു യു ഷേപ്പ്ഡ് ട്യൂബേക്കും ഉണ്ടാവും. യുവിന്റെ ആകൃതിയിലുള്ള യു ഇങ്ങനെയല്ലേ നമ്മൾ എഴുതാം. യുവിന്റെ ആകൃതിയിലുള്ള ട്യൂബ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ട്യൂബ് ഉണ്ട് എന്ന് വിചാരിക്കാം. പല ആകൃതി കൊണ്ട് ഇവിടെ വണ്ണം കുറവും ഇവിടെ വണ്ണം കൂടുതലൊക്കെ തന്നെയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇതിനെ ഈ ഇവിടുത്തെ ഏരിയ ഉണ്ടല്ലോ, ഈ ഒന്നാമത്തെ എൻഡിലുള്ള ഏരിയ, അതിനെ ഞാൻ A1 എന്നോ അല്ലെങ്കിൽ AX എന്നോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ A1 എന്ന് കൊടുക്കും. ഈ രണ്ടാമത്തെ ഏരിയ ഇല്ലേ, ഈ ഭാഗത്തുള്ള ഏരിയ, അതിനെ ഞാൻ A2 എന്ന് കൊടുക്കും. ഏരിയ എന്ന് കാണിക്കാൻ. ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ്. അതായത് ഇത് ഇവിടുത്തെ വീതി ഉണ്ടല്ലോ, പരപ്പളവ് ഉണ്ടല്ലോ, ഇവിടുത്തെ പരപ്പളവിന് A2 എന്ന് എഴുതി, ഇവിടുത്തെ പരപ്പളവ് A1 എന്ന് എഴുതി. അങ്ങനെ ആണ് വിചാരിക്കാം. നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് അക്ഷരങ്ങൾ കൊടുത്താണ്. ഇവിടുത്തെ പരപ്പളവിന് A1 എന്നും ഇവിടുത്തെ പരപ്പളവിന് A2 എന്ന് എഴുതി. ഇനി അതല്ലെങ്കിൽ എക്സും വൈയും കൊടുക്കണമെങ്കിൽ അതും കൊടുക്കട്ടോ. AX AY ഏതാ നല്ലത്? നിങ്ങൾ സ്കൂളിൽ ഏതാ പഠിച്ച? AX ആണോ A1 ആണോ? A1. അങ്ങനെ തന്നെ കൊടുത്താൽ. അപ്പൊ ഇത് A1 ഉം ഇത് A2 എന്നും കൊടുത്തു. ഇനി ഞാൻ ചെയ്യുന്ന പരിപാടി ശരിക്കും നോക്കിട്ടോ. നമ്മള് ഇതിനുള്ളിൽ ഫുള്ള് വെള്ളമാണ്. യു ഷേപ്പ്ഡ് ട്യൂബിന്റെ ഉള്ളിൽ ഫുള്ളായിട്ട് വെള്ളമാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ രണ്ട് ഭാഗവും അടച്ചു വെച്ചു. ഒരു പിസ്റ്റണൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ അടച്ചു വെച്ചു. ഇപ്പൊ ഇത് സംവൃത വ്യൂഹമാണോ, ക്ലോസ്ഡ് സിസ്റ്റം ആണോ, അതല്ല ഓപ്പൺ സിസ്റ്റം ആണോ? ക്ലോസ്ഡ് സിസ്റ്റം. എന്താണ്? ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള ഒരു ഫ്ലൂയിഡ് ആണ്, ഒരു ദ്രവമാണ് അല്ലെ, അടച്ചു വെച്ച സാധനമാണ്. അപ്പൊ ക്ലോസ്ഡ് സിസ്റ്റം ആണ്. അപ്പൊ ഇത് ക്ലോസ്ഡ് സിസ്റ്റം ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇതിന്റെ പരപ്പളവ് നമുക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ ചെയ്യുന്ന പരിപാടികൾ ശരിക്കും നോക്കി. ഞാന് ഇതിന്റെ ഈ ഒന്നാമത്തെ പരപ്പളവിൽ ഒരു മർദ്ദം പ്രയോഗിച്ചു, ഒരു പ്രഷർ പ്രയോഗിച്ചു. എത്ര പാസ്കലാ പ്രയോഗിച്ചെന്ന് അറിയോ? ഇവിടെ ഞാന് ഒരു 10 പാസ്കൽ മർദ്ദം പ്രയോഗിച്ചു. 10 പാസ്കൽ എവിടാ? ഈ ഒന്നാമത്തെ അഗ്രത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പാസ്കൽ മർദ്ദം ഉണ്ടാവും? ഞാൻ ഈ കൈയോണ്ട് തൊട്ടുകൊടുത്ത് ഇവിടെ എത്ര പാസ്കൽ ഉണ്ടാവും? 10 പാസ്കൽ. ഇവിടെ 10 പാസ്കൽ. 10 പാസ്കൽ. ഇവിടെ 10 പാസ്കൽ. അതായത് നമ്മള് ഇവിടെ 10 പാസ്കൽ മർദ്ദം കൊടുക്കും. അതന്നെയല്ലേ, ആ മർദ്ദം തന്നെയല്ലേ ഇതിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവുക അല്ലേ? മർദ്ദം മാറൂലല്ലോ. മർദ്ദം മാറൂല. അതാണ് നമ്മളെ പാസ്കൽ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിച്ച മർദ്ദം അതേ അളവില് അതിന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ കണ്ട് കാണാൻ പറ്റും. ഇവിടെ പ്രയോഗിച്ച മർദ്ദം എന്ത് ചെയ്തു? ഇതിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ കണ്ട് അനുഭവപ്പെട്ടു. ഇനി ഞാൻ ഇവിടെ ഒരു ബലം പ്രയോഗിച്ചു. ഈ ഒന്നാമത്തെ അഗ്രത്തില് ഒരു ബലം പ്രയോഗിച്ചു. ആ ഒന്നാമത്തെ അഗ്രത്തിൽ പ്രയോഗിച്ച ബലത്തിന് ഞാൻ F1 എന്ന് എഴുതി വെച്ചു. ഇവിടെ മർദ്ദം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ബലം പ്രയോഗിക്കണം. അപ്പോഴേ മർദ്ദം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളിവിടെ പ്രയോഗിച്ച ബലം എന്ന് പറയുന്നത് F1 എന്നാണ്. ഇവിടെ പ്രയോഗിച്ച ബലം F2 എന്നാണ്. ഇവിടെ പ്രയോഗിച്ച ഇവിടെ അനുഭവപ്പെട്ട ബലം F2 എന്നുള്ളതാണ്. ഇവിടുത്തെ ബലം F1 ഉം ഇവിടുത്തെ ബലം F2 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വേണ്ടത് ആദ്യങ്ങൾ ഇവിടുത്തെ മർദ്ദം എത്ര, മർദ്ദം കണ്ടെത്താനുള്ള സമവാക്യം നമ്മൾ ഇന്നാൾ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മർദ്ദം കണ്ടെത്താനുള്ള P സമം ഏതാ സമവാക്യം? മർദ്ദം കണ്ടെത്താനുള്ള സമവാക്യം ഏതാ?
മർദ്ദം കണ്ടെത്താനുള്ള സമവാക്യം ഏതാ? പ്രഷർ F by കണ്ടെത്താനുള്ള A. സമവാക്യം F by A. എന്നുള്ളതാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മർദ്ദം കണ്ടെത്താനുള്ള സമവാക്യം എന്തേക്കാരം? അത് ഇവിടെ അത് എല്ലാ സമവാക്യം F by A തന്നെയാണ്. ഇവിടെ എഫിന് പകരം നമ്മൾ F1 എന്നും എക്ക് പകരം A1 എന്നുമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭാഗത്തുള്ള മർദ്ദം എന്ന് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത് P സമം F1 ഡിവൈഡഡ് ബൈ A1 ഇതായിരിക്കും ഉണ്ടാവുക. F1 ഡിവൈഡഡ് ബൈ A1 അല്ലെ? ഇതല്ലേ ഉണ്ടാവുക. ഈ ഭാഗത്തുള്ള മർദ്ദം പ്രഷറോ ഈ ഭാഗത്തുള്ള പ്രഷർ എന്തായിരിക്കും? F2 by A2. F2 by A2. F2 ഡിവൈഡഡ് ബൈ A2 അല്ലെ. ഒരു കാര്യം ചോദിക്കാം, ഈ രണ്ട് മർദ്ദങ്ങളും ഇത് F1 by A1 ആണ്, ഇത് F2 by A2 ആണ്. രണ്ടും ഒരേ അളവിലായിരിക്കോ അല്ലെങ്കിൽ ഈ മർദ്ദവും തുല്യമായിരിക്കോ അതല്ല തുല്യമല്ലാതെയാണോ ഉണ്ടാവുക? രണ്ടും തുല്യമാണോ അല്ലേ? Equal. ഈക്വൽ ആദ്യം പറഞ്ഞു അല്ലേ? എത്രയാണോ പ്രഷർ പ്രയോഗിച്ചത് ആ പ്രഷർ തന്നെയാണ് ഇതിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവുക. അതായത് F1 by A1 എന്ന് ചെയ്തിട്ട് കിട്ടുന്ന മർദ്ദവും F2 by A2 എന്ന് ചെയ്തിട്ട് കിട്ടുന്ന മർദ്ദവും രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതിച്ചൂടെ? ഇത് ശരിക്കും നോക്കി, F1 by A1 is equal to അതെന്തിന് ഈക്വൽ ആയിക്കാരം? F2 by A2 ഇതിന് ഈക്വൽ ആയിരിക്കും എന്നുള്ള ഉറപ്പല്ലേ? F1 by A1 ആരാണത് വിരൂപിനെ പറഞ്ഞേക്കണേ? ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞേക്കേ. F1 by A1 is equal to F2 by A2 എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടുക. ഒരു സമവാക്യം കിട്ടി ഇവിടെ. ഈ സമവാക്യമാണ് പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട സമവാക്യമാണ്. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ചാല് രണ്ട് മർദ്ദവും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ എഴുതി വെച്ചു. ഓക്കെ, അപ്പൊ ഈ സമവാക്യം എന്താണെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. ഇനി ഞാൻ ഈ സമവാക്യം മനസ്സിലായ ആൾക്കാർക്ക് ആൻസർ പറയാൻ പറ്റുന്ന രീതിയിൽ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ പ്രയോഗിച്ച മർദ്ദം 10 പാസ്കലാണ്. ഇവിടെ പ്രയോഗിച്ച മർദ്ദം 10 പാസ്കലാണ്. അതെങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര മർദ്ദം ഉണ്ടാവും രണ്ടാമത്തെ അഗ്രത്തില്? 10 പാസ്കൽ ഉണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോ 10 പാസ്കൽ ഉണ്ടാവും. ഏതെങ്കിലും ഒന്നും ഉണ്ടാവും. ചിലപ്പോ 10 അല്ലെങ്കിൽ 10 അല്ലെ. ഇവിടെ 10 പാസ്കൽ പ്രയോഗിച്ച ഇവിടെ അതന്നെ ഉണ്ടാവും. എന്നാലേ ശരിക്കൊന്ന് കേട്ടോളി, ഇവിടെ ഞാൻ 100 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു. 100 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ബലവും 100 ന്യൂട്ടൺ എന്നേക്കാരം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? ഇവിടെ ആരും നമ്മളോട് ബലം തുല്യമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ 100 ന്യൂട്ടൺ ബലം പ്രയോഗിച്ച ഇവിടെ 100 ന്യൂട്ടൺ ബലം ആവൂല. എന്തേ തുല്യമാവുള്ളൂ? മർദ്ദം മാത്രമേ തുല്യമാവുള്ളൂ. എന്ത് ചെയ്യും? പ്രഷർ മാത്രമേ ഈക്വൽ ആകുള്ളൂ. ഫോഴ്സ് ഒരിക്കലും ഈക്വൽ ആകും എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഫോഴ്സ് ഈക്വൽ ആകാം, ആവാതിരിക്കാം. അതിനാണ് ഈ സമവാക്യം. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ടാവും. അപ്പൊ നിങ്ങള് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് നോട്ട്ബുക്കില് പാസ്കൽ ശ്ലോകങ്ങൾ എഴുതി കഴിഞ്ഞല്ലോ, അതിന്റെ താഴെ ഇതേപോലത്തെ ഒരു ചിത്രം വരയ്ക്കുക. യു ഷേപ്പിലുള്ള ട്യൂബ് തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് F1 ഉം A1 ഒക്കെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതൊന്നും കൂടെ എഴുതണ്ട, ഈ സമവാക്യം മാത്രം ഒന്ന് എഴുതി കൊടുക്കുക. ഇത് വരയ്ക്കുക, ഇത് എഴുതാം. എഴുതിക്കോളി. ഈ ചിത്രം വരയ്ക്കാം, എന്നിട്ട് ഇത് ശരിയോ? കഴിഞ്ഞോ? കഴിഞ്ഞില്ല മക്കളെ? കഴിഞ്ഞില്ലേ? അപ്പളേ ഇത് കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കണ്ടേ. അപ്പൊ സമവാക്യം കിട്ടി. F1 by A1 is equal to F2 by A2 എന്നുള്ളത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പോ
F1 by A1 is equal to F2 by A2 എന്നുള്ള നമ്മളെ വളരെ പ്രധാനപ്പെട്ട സമവാക്യം നമുക്ക് അവിടെ കിട്ടി. ഇനി ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ്. അതിന്റെ മുന്നേ F1 എന്നുള്ളത് എന്താ, A1. ഈ മലയാളക്കാർക്ക് A എന്നുള്ള സംഭവം ചിലപ്പോൾ മാറിപ്പോകും. ഇംഗ്ലീഷിലേക്ക് മാറൂല, ഏരിയ എന്നുള്ളതാണ്. F1 നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ, സൈഡിൽ ഇങ്ങനെ എഴുതി കൊടുക്കാം. F1 എന്നുള്ള എന്താ, ഒന്നാമത്തെ അഗ്രത്തിൽ പ്രയോഗിക്കുന്ന ബലം. ഫോഴ്സ് ആക്ടിങ് ഓൺ ഫസ്റ്റ് എൻഡ്. F1 എന്നുള്ളത് ഫോഴ്സ് ആക്ടിങ് ഓൺ ഫസ്റ്റ് എൻഡ്, ഒന്നാമത്തെ അഗ്രത്തിൽ പ്രയോഗിക്കുന്ന ബലം. എഴുതിയോ F1? ഇനി F2 എഴുതാം. F2 എന്നുള്ളത് എന്താ, ഫോഴ്സ് ആക്ടിങ് ഓൺ സെക്കൻഡ് എൻഡ്. ഫോഴ്സ് ആക്ടിങ് ഓൺ സെക്കൻഡ് എൻഡ്, രണ്ടാമത്തെ അഗ്രത്തിൽ പ്രയോഗിക്കുന്ന ബലം. ഫോഴ്സ് ആക്ടിങ് ഓൺ സെക്കൻഡ് എൻഡ്, രണ്ടാമത്തെ അഗ്രത്തിൽ പ്രയോഗിക്കുന്ന ബലം. ഇനി A1 എന്നുള്ളത് എഴുതിക്കോളൂ. A1 എന്നുള്ളത് ഏരിയ ഓഫ് ഫസ്റ്റ് എൻഡ്. ഫസ്റ്റ് എൻഡിലെ ഏരിയ ഓഫ് ഫസ്റ്റ് എൻഡ്. ഏരിയ ഓഫ് ഫസ്റ്റ് എൻഡ്, ഒന്നാമത്തെ അഗ്രത്തിലെ പരപ്പളവ്. A1 എന്നുള്ളത് ഒന്നാമത്തെ അഗ്രത്തിലെ പരപ്പളവ്. പരപ്പളവിന്റെ യൂണിറ്റ് എന്താ? ഫോഴ്സിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, ന്യൂട്ടൺ ആണ്. പരപ്പളവിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ. A2 എന്നുള്ളത് രണ്ടാമത്തെ അഗ്രത്തിന്റെ പരപ്പളവ്. A2 എന്നുള്ളത് രണ്ടാമത്തെ അഗ്രത്തിന്റെ പരപ്പളവ്. രണ്ടാമത്തെ അഗ്രത്തിന്റെ പരപ്പളവ് A2. എഴുതില്ലേ? A2 എന്നുള്ളത് രണ്ടാമത്തെ അഗ്രത്തിന്റെ പരപ്പളവ്. അപ്പൊ കഴിഞ്ഞു. അപ്പൊ എഴുത്തൊക്കെ കഴിഞ്ഞു. ഏതാണ് F1? ഏതാ കേട്ടില്ല? ഇതല്ല, ഇത് F1 ആണെങ്കിൽ ഒന്നാമത്തെ അഗ്രത്തിന്റെ പരപ്പളവ്. F2 എന്നാണെങ്കിൽ രണ്ടാമത്തെ അഗ്രത്തിന്റെ പരപ്പളവല്ല, ഒന്നാമത്തെ അഗ്രത്തിൽ അനുഭവപ്പെടുന്ന ബലം. ഫോഴ്സ് ആക്ടിങ് ഓൺ ഫസ്റ്റ് എൻഡ്. F2 എന്നുള്ളത് ഫോഴ്സ് ആക്ടിങ് ഓൺ സെക്കൻഡ് എൻഡ്, രണ്ടാമത്തെ അഗ്രത്തിൽ അനുഭവപ്പെടുന്ന ബലം. എന്താ വെച്ചാൽ ഇനി എക്സും വൈ എഴുതിക്കണമെങ്കിൽ എക്സ് അഗ്രത്തിൽ അനുഭവപ്പെടുന്ന, വൈ അഗ്രത്തിൽ അനുഭവപ്പെടുന്ന എന്നാക്കാം കേട്ടോ. ഓക്കെ അല്ലേ? അത് കിട്ടി. ഇനി നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് തന്ന കാര്യങ്ങൾക്ക് എടുത്തതിലാണ് ആദ്യം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഒരു യു ആകൃതിയിലുള്ള ട്യൂബിന്റെ ഒന്നാമത്തെ അഗ്രത്തിൽ 10 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ രണ്ടാമത്തെ അഗ്രത്തിൽ, ഒന്നാമത്തെ അഗ്രത്തിൽ 10 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോ രണ്ടാമത്തെ അഗ്രത്തിൽ 100 ന്യൂട്ടൺ ബലം അനുഭവപ്പെട്ടു. ഒന്നാമത്തെ അഗ്രത്തില് 10 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോ രണ്ടാമത്തെ അഗ്രത്തില് 100 ന്യൂട്ടൺ ബലം അനുഭവപ്പെട്ടു. 100 ന്യൂട്ടൺ ബലം അനുഭവപ്പെട്ടു. ഇനി 100 ന്യൂട്ടൺ ബലം അനുഭവപ്പെട്ടു. അടുത്ത താഴെ എഴുതാം. ഒന്നാമത്തെ അഗ്രത്തിന്റെ പരപ്പളവ്
5 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഒന്നാമത്തെ അഗ്രത്തിന്റെ പരപ്പളവ് 5 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ രണ്ടാമത്തെ അഗ്രത്തിന്റെ പരപ്പളവ് എത്ര? രണ്ടാമത്തെ അഗ്രത്തിന്റെ പരപ്പളവ് എത്ര? ഇംഗ്ലീഷിൽ എഴുതിക്കോളൂ. when we acting 10 Newton force on first end of a U-shaped tube. When we acting 10 Newton force on first end of a U-shaped tube. The second end is experiencing 100 Newton force. The second end is experiencing 100 Newton force. Second end il endu cheyidu 100 Newton force experience cheyidu. Second end is experiencing 100 Newton force. Area of cross section of first end is 5 meter square. Area of cross section of first end is 5 meter square. Area of cross section of first end is 5 meter square. Then what is the area of cross section of second end? What is the area of cross section of second end? Question എല്ലാരും എഴുതിയോ? മലയാളം ഇംഗ്ലീഷ് ഒക്കെ എഴുതിയില്ലേ ക്വസ്റ്റ്യന്? യെസ് സർ. ഓക്കെ, അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ കിട്ടി. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി തന്ന കാര്യങ്ങൾ എടുത്തെഴുതലാണ്. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് തന്ന കാര്യങ്ങൾ എടുത്തെഴുതണം. ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ചു നോക്കട്ടോ. അതില് ഇങ്ങനെ പറഞ്ഞോളൂ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് എൻഡില്, ഒന്നാമത്തെ എൻഡില് ബലം പ്രയോഗിച്ചു. എത്ര ന്യൂട്ടൺ ബലം പ്രയോഗിച്ചത് ഒന്നാമത്തെ എൻഡില്? 10 ന്യൂട്ടൺ. അതെങ്ങനെയാ നമ്മൾ എടുത്തെഴുതുക? എടുത്തെഴുതല്ലേ ചെയ്യേണ്ടത്? ഏത് അക്ഷരം കൊണ്ടാ ഒന്നാമത്തെ എൻഡിലെ ബലത്തിനെ ഏത് അക്ഷരം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക? ഒന്നാമത്തെ F1 is equal to 10 Newton. എന്താണ് F1 equal to 10 Newton. കൂടെ തന്നെ എഴുതിക്കോളൂ കേട്ടോ. F1 equal to 10 ന്യൂട്ടൺ എഴുതി. ഇനി എന്താ അവിടെ പറഞ്ഞേ? ക്വസ്റ്റ്യനിൽ വേറെ എന്താ പറഞ്ഞേ? F2 is equal to 100 Newton. രണ്ടാമത്തെ അഗ്രത്തിലെ ബലം. Force experiencing on second end. സെക്കൻഡ് എൻഡിലെ ബലം എന്ന് പറയുന്നത് F2 100 ന്യൂട്ടൺ ആണ്. F2 is equal to 100 ന്യൂട്ടൺ. ഇത് എഴുതാം. F2 is equal to 100 ന്യൂട്ടൺ എഴുതി. ഇനി അടുത്ത എന്താ പറഞ്ഞേ? ഒന്നാമത്തെ അഗ്രത്തിന്റെ പരപ്പളവ്. ഒന്നാമത്തെ അഗ്രത്തിന്റെ പരപ്പളവ് ഏത് അക്ഷരം കൊണ്ടാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുക? ഒന്നാമത്തെ അഗ്രത്തിന്റെ പരപ്പളവിനെ A1. ഒന്നാമത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഫസ്റ്റ് എൻഡ് A1 ഈക്വൽ ടു എത്രയാണ്? 5 മീറ്റർ സ്ക്വയർ അല്ലേ? 5 മീറ്റർ സ്ക്വയർ. ഇവിടെ ഒരു കാര്യം കേട്ടോ, ഇവിടെ ഇപ്പൊ മീറ്റർ സ്ക്വയർ ആണ്. ചില ക്വസ്റ്റ്യൻസിൽ സെന്റിമീറ്ററിൽ തരും, ചില ക്വസ്റ്റ്യൻസിൽ എന്താ പറയാ കിലോമീറ്ററിൽ തരില്ല, മില്ലിമീറ്ററിൽ തരും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് മാറ്റണം. മിക്കവാറും സെന്റിമീറ്ററിലായിരിക്കും നിങ്ങൾക്ക് തരിക. അത് നിങ്ങൾ മീറ്ററിലേക്ക് മാറ്റണം. എങ്ങനെയാണെങ്കിലും അറിയോ, രണ്ട് ആൻസർ മീറ്ററിലാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടും മാറ്റാൻ നിൽക്കണ്ട. മാറ്റുകയാണെങ്കിൽ രണ്ടും എന്ത് ചെയ്യാം? A1 A2 ഇല്ലേ, ഞാൻ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ A2 മീറ്ററിൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ മീറ്റർ തന്നെ എഴുതിയാൽ മതി. ഇനി അതല്ല, ഇവിടെ സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ ആൻസർ തന്നെ ആയിരിക്കും സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇവിടെ മില്ലിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾ ആൻസറും മില്ലിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അത് അതേപോലെ തന്നെ ആയിരിക്കണം ഇവിടെയും ഉണ്ടാവേണ്ടത് എന്ന് ഓർത്ത് വെക്കട്ടെ. അവിടെ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ ആൻസറും മീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കും ഉണ്ടാവുക.
അപ്പൊ എന്തായാലും F1, F2, A1, A2 ഈ 4 സാധനങ്ങളാണ് നമുക്ക് ഉള്ളത്. അതിൽ A2 വെച്ച് ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളെ പരിപാടി ഈ സമവാക്യം എഴുതലാണ്. സമവാക്യം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. F1 ഡിവൈഡഡ് ബൈ A2 F2 ബൈ A2. F1 by A1 is equal to F2 by A2. അപ്പൊ ഈ സമവാക്യം എഴുതിയല്ലോ, ഇതിന്റെ കൂടെ തന്നെ എഴുതിക്കോളൂ കേട്ടോ. സമവാക്യം എഴുതിയോ? എഴുതിയില്ലേ? എഴുതിയോ മക്കളെ? ഓക്കെ. അപ്പോൾ ഞാൻ അടുത്ത പരിപാടിക്ക് ഓരോന്ന് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. F1 എത്രയാണ്? F1ന്റെ സ്ഥാനത്ത് നമ്മളെ F1ന്റെ സംഖ്യ എഴുതി കൊടുക്കാം. F1 എത്രയാണ് നോക്കി നിങ്ങള്? F1 എത്രയാണ്? 10 Newton. അപ്പൊ ഈ F1 എഴുതിയതിന്റെ സ്ഥാനത്ത് ഇതാണ് എല്ലാവർക്കും മാറിപ്പോണ സംഭവം. ശരിക്കും നോക്കുക, F1 ഏറ്റവും ആദ്യമുള്ള സാധനമാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ 10 എഴുതി വെച്ചു. ഇതാണുള്ള F1 10 ആയതുകൊണ്ട് നമ്മൾ അവിടെ 10 എഴുതി വെച്ചു. ഡിവൈഡഡ് ബൈ ഇതിട്ടല്ലോ, ഇതിടാനൊന്നും മറക്കരുത് കേട്ടോ. F1 ഡിവൈഡഡ് ബൈ 10 ബൈ A1 എന്നുള്ളത് 10 ആയതുകൊണ്ട് നമ്മൾ അവിടെ 10. ഇനി F2 അല്ല A1 നോക്കി നിങ്ങളെ. A1 എത്രയാണ്? A1 എത്രയാണ്? 5 centimeter square. 5 ആണ് അല്ലെ? അപ്പൊ 5 മീറ്റർ സ്ക്വയർ എന്നാണ്. സെന്റിമീറ്റർ സ്ക്വയർ അല്ല, മീറ്റർ സ്ക്വയർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മള് അത് യൂണിറ്റ് നമ്മൾ നോക്കണ്ട, എന്തായാലും വാല്യൂ മാത്രം എടുത്താൽ മതി. ഇവിടെ 100 ന്യൂട്ടൺ ഉണ്ട്. ഇതാണ് ഇങ്ങോട്ടൊന്നും മാറരുത്. A1 കറക്റ്റ് ആയിട്ട് നോക്കണം. A1 5 ആയതുകൊണ്ട് നമ്മളിവിടെ A1ന്റെ സ്ഥാനത്ത് 5 എഴുതിച്ചു. 5 പിന്നെ ഈക്വൽ ടു എന്നുള്ള ചിഹ്നല്ലേ, ഈക്വൽ ടു എന്നുള്ള ചിഹ്നം കിട്ടും. F2 തന്നക്കണോ നോക്കുക, തന്നക്കണെങ്കിൽ എഴുതാം. F2 തന്നക്കണോ? എത്രയാണ് F2? എത്രയാണ്? 100 ന്യൂട്ടൺ. 100 ആണ്. അപ്പൊ നമ്മള് F2 എന്നുള്ളടത്ത് 100 എഴുതിച്ചു. 100 സംഖ്യ മാത്രം എഴുതിയാൽ മതി. A2 തന്നക്കണോ നോക്കിങ്ങളെ. No. അപ്പൊ നമ്മള് ചെയ്യേണ്ട പരിപാടി നോക്കി, എന്താണോ തരാത്തത് നമുക്ക് ആ അക്ഷരം തന്നെ അവിടെ എഴുതി കൊടുക്കുക. അവിടെ A2 ആണ് തരാത്തത്, നമ്മൾ A2 തന്നെ എഴുതിച്ചു. ഇനി ചിലപ്പോ എന്ത് ചെയ്യും, F2 തന്നിട്ടുണ്ടാവില്ല, അപ്പൊ F2 തന്നെ അവിടെ എഴുതും. ചിലപ്പോ F1 തന്നിട്ടുണ്ടാവില്ല, അപ്പൊ F1 തന്നെ അവിടെ എഴുതും. A1 തന്നിട്ടുണ്ടാവില്ല, തരാത്ത ആ അക്ഷരം അവിടെ എഴുതി കൊടുക്കുക, ബാക്കി ഇങ്ങനെ എഴുതുക. അപ്പൊ ഇതാണ് നമ്മളെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞല്ലോ, ഈ സംഭവം എഴുതി കഴിഞ്ഞില്ലേ? എങ്ങനെയാണ് A2 സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അത് സോൾവ് ചെയ്യാൻ പല മെത്തേഡുകൾ ഉണ്ട്. പല ആൾക്കാരും പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു രീതി ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള തോന്നുന്ന ഒരു രീതി ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളി. A2 is equal to 50. നമ്മൾ നോക്കാം 50 തന്നെയാണ് എന്നുള്ളത് നമ്മൾ നോക്കാം കേട്ടോ. ഇത് പല രീതിയിൽ സോൾവ് ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇനിയിപ്പോ ഒരാള് ഇങ്ങനെ പഠിച്ചു വെച്ച രീതി ഉണ്ടെങ്കിൽ അതിൽ തന്നെ സോൾവ് ചെയ്താൽ മതി. ഞാനൊരു രീതി കാണിച്ചു തരാം, എല്ലാവരും നോക്കിക്കോളി. ഈ A2നെ കൊണ്ടുപോയിക്കാണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ, 5നെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഫുള്ളായിട്ട് ചെയ്യണ്ട, ഇത് ഇങ്ങോട്ടും ഇത് അങ്ങോട്ടും കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ ഞാൻ എഴുതി കാണിച്ചു തരാം. 10 into A2 എന്നാവും. 10 into A2 ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ 10 into A2 എന്നായി. is equal to ഇതാ മറക്കരുത്. ഈക്വൽ ടു ഇവിടെ 100 ഓൾറെഡി അവിടെ ഉണ്ട്, അവിടെ നിന്നോട്ടെ. 100 into 5 എന്നാവും. ഈ 5നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഇൻറ്റു ആവൂലേ, അപ്പൊ അങ്ങനെ 100 into 5 എന്നാവും. ഇങ്ങനെ കിട്ടും. ഇങ്ങനെ 10 into A2 സമം 100 into 5 എന്ന് കിട്ടി. ഇനി ഭയങ്കര സിമ്പിൾ ആണ്. നോക്കുക, നമുക്ക് വേണ്ടത് A2 എന്നല്ലേ. ഈ A2 ഈക്വൽ ടു 100 into 5 എത്ര? 100 into 5 500. 500. പിന്നെ ഈ A2ന്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന 10 ഇല്ലേ, ഈ A2ന്റെ കൂടെ ഉണ്ടായിരുന്ന 10 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോ അതെന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ ആവും അല്ലെ, ഹരിക്കണം എന്നാവും. ഹരിക്കണം 10 എന്നാവും. 500/10 എന്ന് കിട്ടും. അപ്പൊ ചെയ്യാൻ പണി അല്ലെ, 0 0 വെട്ടി 50/1 എന്ന് പറഞ്ഞാൽ 50 തന്നെ. അപ്പൊ A2 സമം 50 എന്ന് കിട്ടും. ഇനിയാണ് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം. A2 പരപ്പളവാണ് അല്ലെ. നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ തന്ന പരപ്പളവ് ഏത് യൂണിറ്റിലായിരുന്നു? മീറ്റർ സ്ക്വയർ. അപ്പൊ ഇവിടെ ആൻസറും എന്തിൽ തന്നെ?
മീറ്റർ സ്ക്വയർ തന്നെ കാരണം അപ്പോ 50 മീറ്റർ സ്ക്വയർ ഓൻ പറഞ്ഞത് ശരിയാണ് 50 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി കിട്ടില്ലേ Yes. Yes, sir. ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കണം ഇനി ആരെങ്കിലും എഴുതി കഴിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതാട്ടോ ഓക്കെ ഒരു ക്വസ്റ്റിനും കൂടി എഴുതിക്കോളും ഈ ക്വസ്റ്റിനും ആൻസർ ഒക്കെ ഞാൻ തന്നെ ചെയ്തായതുകൊണ്ട് ഒരൊറ്റ ക്വസ്റ്റിനും കൂടി ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഇന്ന് പ്രോബ്ലം വീട്ടിൽ നിന്ന് ചെയ്യാനുള്ളതുണ്ടാവും അത് എഴുതിയിട്ട് അയച്ചു തരേണ്ടി വരും കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ക്വസ്റ്റിനും കൂടി എഴുതിക്കോളൂ കേട്ടോ The force acting on a first end of a the force acting on a first end of a U-shaped tube is the force acting on a first end of a U-shaped tube is U-shaped tube is 50 Newton, 50 Newton. The force acting on a first end of a U-shaped tube is 50 Newton, and that of the second end is that of the second end എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എൻഡിലെ ഫോഴ്സ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ that of the second end is that of the second end എന്ന് എഴുതി നമ്മള് ഒന്ന് വെട്ടിക്കളി വേണ്ട അത്രയും നമുക്ക് കണ്ടെത്താം then area of cross section of first end is ഇങ്ങനെ എഴുതാം that of the second end വേണ്ട കേട്ടോ the force acting on a first end of a U-shaped tube is 50 Newton. എന്നിട്ട് എഴുതാം area of cross section of first end is 1 centimeter square. 1 centimeter square. And that of the second end is അതായത് രണ്ടാമത്തെ എൻഡിന്റെ ഏരിയ that of the second end is 10 centimeter square. 10 centimeter square. That of the second end is 10 centimeter square. Find the force experiencing on the end. Find the force experiencing on the second end. Find the force experiencing on the second end. രണ്ടാമത്തെ എൻഡിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണ് എഴുതിരാ ഇനി മലയാളത്തിൽ എഴുതിക്കോളൂ ക്വസ്റ്റ്യൻ ഒരു യു ആകൃതിയിലുള്ള ട്യൂബിന്റെ ഒന്നാമത്തെ അഗ്രത്തിൽ 50 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു. ഒന്നാമത്തെ അഗ്രത്തിൽ 50 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു. ഒന്നാമത്തെ അഗ്രത്തിന്റെ പരപ്പളവ് 1 സെന്റിമീറ്റർ സ്ക്വയറും ഒന്നാമത്തെ അഗ്രത്തിന്റെ പരപ്പളവ് 1 സെന്റിമീറ്റർ സ്ക്വയറും രണ്ടാമത്തെ അഗ്രത്തിന്റെ പരപ്പളവ് 10 സെന്റിമീറ്റർ സ്ക്വയറുമാണ്. ഒന്നാമത്തെ അഗ്രത്തിന്റെ പരപ്പളവ് 1 സ്ക്വയറും രണ്ടാമത്തെ അഗ്രത്തിന്റെ പരപ്പളവ് 10 സെന്റിമീറ്റർ സ്ക്വയറുമാണ്. എങ്കിൽ രണ്ടാമത്തെ അഗ്രത്തിൽ അനുഭവപ്പെടുന്ന ബലം എത്ര?
എങ്കിൽ രണ്ടാമത്തെ അഗ്രത്തിൽ അനുഭവപ്പെടുന്ന ബലം എത്ര? എങ്കിൽ രണ്ടാമത്തെ അഗ്രത്തിൽ അനുഭവപ്പെടുന്ന ബലം എത്ര? എഴുതിയോളെ മക്കളെ? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞില്ലേ? നമ്മളെന്താ ഫസ്റ്റത്തെ പരിപാടി നോക്കുക. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടി? തന്ന കാര്യങ്ങൾ എടുത്തിയതല്ലേ? എന്നാ പറഞ്ഞോളൂ, എന്തൊക്കെയാ തന്നത്? ഒന്നാമത്തെ അഗ്രത്തിൽ പ്രയോഗിച്ച ബലം എത്രയാണ്? The force acting on first end. അപ്പൊ F1 എന്ന് പറഞ്ഞത് 50 ആണ് തന്നിട്ടുണ്ട്. 50 ന്യൂട്ടൺ ആണ്. ഓക്കെ. പിന്നെ എന്താ തന്നിട്ടുണ്ട്? A1 ഒന്നാമത്തെ അഗ്രത്തിന്റെ പരപ്പളവ് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 1 centimeter 1 centimeter square. 1 centimeter square ആണ്. 1 centimeter square ആണ്. ഇനി രണ്ടാമതായിട്ട് എന്ത് തന്നിക്കണു? A2 തന്നിട്ടുണ്ട് അല്ലെ? രണ്ടാമത്തെ അഗ്രത്തിന്റെ പരപ്പളവ് 10 centimeter square. എന്താ കാണാൻ പറഞ്ഞിട്ടുണ്ടേ? രണ്ടാമത്തെ അഗ്രത്തിലുള്ള ബലം എത്രയാണ് എന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. F2 എത്രയെന്ന് തന്നിട്ടില്ല. ഈ 4 സാധനങ്ങളാണ് ഇങ്ങനെ എഴുതി കൊടുത്തത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി അടുത്ത എന്താ ചെയ്യേണ്ടത്? ഈ സമവാക്യം എഴുതലാണ്. സമവാക്യം എഴുതി കഴിഞ്ഞു. സമവാക്യം എഴുതിയില്ലേ? ഇത് എഴുതി, സമവാക്യം എഴുതി. എഴുതിയില്ല? Yes. ഇനി ഇതിൽ ഓരോന്നിന്റെ വാല്യൂസ് നമ്മൾ കൊടുക്കുക. F1 തന്നക്കണോ? തന്നക്കണെങ്കിൽ എത്ര? 50 Newton. 50ന്റെ അവിടെ F1ന്റെ അവിടെ 50 എന്ന് എഴുതി ഡിവൈഡഡ് ബൈ A1 തന്നക്കണോ? 1 centimeter square. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. A1 സെന്റിമീറ്റർ സ്ക്വയറിലാണ്. അപ്പൊ A2 സെന്റിമീറ്റർ സ്ക്വയർ തന്നെയാണോ എന്നുള്ളത് കൺഫേം ആക്കുക. രണ്ടും അങ്ങനെ തന്നെയാണ് അല്ലെ? അങ്ങനെ അല്ലെങ്കിൽ രണ്ടും ഒരേ യൂണിറ്റ് ആക്കി മാറ്റണം കേട്ടോ. അപ്പൊ A1 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ആണ്ട് കൊണ്ട് മാറുന്നത് A1 ഒന്നായതുകൊണ്ട് അങ്ങനെ എഴുതിച്ചു. സമം ഈക്വൽ ടു F2 എത്ര തന്നക്കണോ? F2 തന്നക്കണോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അവിടെ നമ്മള് F2 തന്നെ എഴുതി കൊടുക്കും. ഡിവൈഡഡ് ബൈ A2 തന്നക്കണോ? 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 10 എഴുതി കൊടുക്കും. ഇനി നമ്മൾ എന്താ ചെയ്യാ? ഇനി എന്താ ചെയ്യാ? Cross multiplication. അപ്പൊ നോക്കിക്കോളൂ. 50 ഈ 10 രംഗത്ത് കൊണ്ടുവരുമ്പോ 50 × 10 is equal to F2 അവിടെ ഉണ്ട്. F2 × 1. F2 × 1 അങ്ങനല്ലേ വരിക? ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി. വേറെ ഒന്നും കാട്ടിയിട്ടില്ല. ഇതാണ് ചെയ്യാം. 50 × 10 എത്രയാണ്? 50 × 10 500 equal to F2 × 1 എന്ന് വരും. നമുക്ക് വേണ്ടത് F2 ആണ്. പക്ഷെ ഇവിടെ F2ന്റെ കൂടെ ഒരു 1 നിൽക്കുന്നുണ്ട്. ഈ 1 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഇൻറ്റു 1 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഡിവൈഡഡ് ബൈ എന്നാവും. അങ്ങനെ ആകുമ്പോ 500/1 equal to F2 എന്ന് വരും. 500നെ 1 കൊണ്ട് ഹരിക്കാനാണ് പറയണത്. 500നെ 1 കൊണ്ട് ഹരിച്ചാൽ എത്രയായിരിക്കും കിട്ടുക? 500 അതന്നെ കിട്ടുക അല്ലെ? അപ്പൊ F2 equal to 500 എന്ന് കിട്ടും. ഇത്രയും ന്യൂട്ടൺ ആൻസർ ആയി. വേഗം എഴുതിക്കോളൂ. അപ്പൊ മക്കളെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. ഗ്രാൻഡ് ചെയ്താ. ഈ ഒരൊറ്റ കാര്യം കൂടി, പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞു. ഇവിടെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ നോക്കി, ഞാൻ ഒന്നാമത്തെ അഗ്രത്തിൽ 50 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു. രണ്ടാമത്തെ അഗ്രത്തിൽ എത്ര ന്യൂട്ടൺ ബലം കിട്ടി? 500 ന്യൂട്ടൺ ബലം കിട്ടിയില്ലേ? കുറച്ച് ബലം പ്രയോഗിച്ചപ്പോ മറ്റേ സൈഡിൽ കുറേ ബലമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സംഭവം പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 2-3 ഉപകരണങ്ങളുണ്ട്. ആ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്ന് നമ്മളെ മണ്ണുമാന്തി യന്ത്രം അല്ലേ? മണ്ണുമാന്തി യന്ത്രം, എക്സവേറ്റർ അല്ലേ? അപ്പൊ ആ എക്സവേറ്റർ ഉണ്ട്.
അതൊന്ന് എഴുതിച്ചോളൂ. പാസ്കൽസ് ലോ ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് എക്സവേറ്റർ, മണ്ണുമാന്തി. പിന്നെ ഹൈഡ്രോളിക് ബ്രേക്ക്. ഹൈഡ്രോളിക് ബ്രേക്ക് എന്ന് പറഞ്ഞാല് നമ്മളെ വലിയ വലിയ വാഹനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ബ്രേക്കുകള് നമുക്കറിയാം. നമ്മളെ കാല് കൊണ്ട് ചെറിയൊരു ബലം പ്രയോഗിക്കുമ്പോ ആ വലിയൊരു ലോറി അല്ലെങ്കിൽ ആ വലിയൊരു ബസ് അവിടെ നിൽക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ചെറിയ ബലം പ്രയോഗിക്കുന്നുള്ളൂ, പക്ഷെ ആ വലിയൊരു വാഹനം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ചെറിയ ബലം പ്രയോഗിച്ചപ്പോ വലിയൊരു ബലമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഹൈഡ്രോളിക് ബ്രേക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും അതന്നെ പറയാം കേട്ടോ, ഹൈഡ്രോളിക് ബ്രേക്ക്. പിന്നെ വേറെന്താ പറ്റുക? ഹൈഡ്രോളിക് ജാക്ക്. നമ്മള് സർവീസ് സ്റ്റേഷനിലൊക്കെ പോയാല് കാറൊക്കെ ഇങ്ങനെ പൊക്കി നിർത്തിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ? കാലുകൊണ്ട് ചെറുതായിട്ടൊരു ബലം പ്രയോഗിക്കുമ്പോ എന്ത് ചെയ്യാണ്? ആ കാർ ഇങ്ങനെ പൊങ്ങി 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 പോകുന്നുണ്ട്, വലിയൊരു ബലം ആയിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അതാണ് ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ജാക്കി. ഓക്കെ. പിന്നെ വേണമെങ്കിൽ ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് പ്രസ്. ഇതൊക്കെ പാസ്കൽസ് ലോ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളാണ്. നമ്മൾ 4 പറഞ്ഞു. എക്സവേറ്റർ, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, പിന്നെ ഹൈഡ്രോളിക് പ്രസ്. ഓക്കെ. അപ്പൊ ആ 4 ഉപകരണങ്ങളാണ്. മണ്ണുമാന്തി യന്ത്രം, പിന്നെന്താ പറഞ്ഞത്? ഹൈഡ്രോളിക് ജാക്കി, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ്. 4 സാധനങ്ങള്. ഇത് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി നമ്മൾ വിസ്കോസിറ്റി ഒക്കെ നാളെ പറഞ്ഞതാണ്. ഇനി ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഈ ചാപ്റ്റർ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. മലയാളം മീഡിയക്കാർക്ക് ഏതോ ഒരു ടോപ്പിക് നമ്മൾ പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും? മലയാളം മീഡിയത്തിന് മാത്രമായിട്ട് എടുക്കും കേട്ടോ. ഇതോടുകൂടി ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാല് ഇതിന്റെ ഒരു 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇന്ന് അയച്ചു തരുന്നതായിരിക്കും. ആ 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നോട്ടിൽ എഴുതാം. അല്ലെങ്കിൽ വേണ്ട, നമ്മളെ ഗൂഗിൾ ഫോമിൽ തന്നെ ആയിക്കോട്ടെ. നിങ്ങൾ പേപ്പറിൽ ചെയ്ത് നോക്കിയിട്ട് ആൻസർ മാത്രം എന്ത് ചെയ്താൽ മതി? ഗൂഗിൾ ഫോമിൽ സെലക്ട് ചെയ്തിട്ട് അയച്ചാൽ മതി കേട്ടോ. അപ്പൊ അങ്ങനെ തന്നെ അയക്കാം. അപ്പൊ എന്തായാലും ചെയ്യണം, അത് ചെയ്യാതിരിക്കരുത്. അതേപോലെ കുറച്ച് ആൾക്കാർ ഈ സമയത്ത് ഗൂഗിൾ ഫോമിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ചെയ്യരുത്. ഇപ്പൊ ക്ലാസ് കേൾക്കല്ലേ, ക്ലാസ്സിന്റെ അടിയിൽ കൂടെ ഗൂഗിൾ ഫോമിൽ കൂടി ചെയ്യാൻ നിൽക്കരുത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ സ്കൂളിൽ എടുക്കുന്ന സമയത്തെ സ്കൂളിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ, ഏത് സബ്ജക്റ്റ് ആയാലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ തരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. ചോദിക്കാൻ മടിക്കൊന്നും വേണ്ട. വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ സർ. ഓക്കെ. അപ്പൊ ഇന്ന് തൽക്കാലം ക്വസ്റ്റ്യൻ ചോദിക്കണില്ല. അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്റർ മൊത്തമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ മറക്കണ്ട,